അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാം ക്ലാസ്സിലെ താരീഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കുറിച്ചിട്ടുള്ളത്. 2025-26 വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നോക്കാം നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളടക്കം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ശരിക്ക് ശരി നൽകാം എന്നതാണ്. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മ ആരാണ്? ഹലീമ ബീവി. ചോദ്യം 2. ഹലീമ ബീവിയുടെ മകൻ ലംറത്ത്. 3. ജുർഹും ഗോത്രത്തിലാണ് അദ്നാൻ. 4. ഖുറൈശ് ഗോത്രത്തിലാണ് അബ്ദുൽ മുത്തലിബ്. 5. ബനു സഹ്റ ഗോത്രക്കാരൻ വഹബ്. 6. ഹാജറ ബീവിയുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം. 7. ഹാജർ ബീവിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ഹാജറ ബീവിയുടെ മകൻ ആരാണ്? ഇസ്മായിൽ അലൈഹിസ്സലാം. അവിടെ യൂനുസ് എന്നും അദ്നാൻ എന്നും ഇസ്മായിൽ എന്നുമാണ് ഓപ്ഷൻ. അതിൽ ശരിയായത് ഇസ്മായിൽ അലൈഹിസ്സലാം എന്നതാണ്. യൂനുസ് എന്നുള്ളത് തെറ്റാണ്, അദ്നാൻ എന്നുള്ളതും തെറ്റാണ്. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് AD 571. AD 571. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് കള്ളികൾ യോജിപ്പിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം എന്നതാണ്. നമുക്ക് നോക്കാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഹാഷിം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഹാഷിം. 2. ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3. ഹജ്ജ് ചെയ്യാൻ എത്തുന്ന സ്ഥലം മക്കയിലാണ്. 4. പുണ്യജലം മാഉ സംസം. 5. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം തിങ്കളാഴ്ച. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. 2. അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. ചോദ്യം 3. ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്, ഖാലിബ്, ഫിഹ്ർ, മാലിക്, നളറൻ, ഉഖൈ. ഖുസൈ, കിലാബുൻ, മുറത്തുൻ, കഅബുൻ, ലുഅയ്, ഖാലിബു, ഫിഹ്റുൻ, മാലികുൻ, നളറൻ, ഉഖൈ. 4. സമാവ ചെരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹം ഉണ്ടായി. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. മക്ക നഗരത്തിൻ്റെ മറ്റു 2 പേരുകൾ ഏതെല്ലാം? മക്ക നഗരത്തിൻ്റെ മറ്റു 2 പേരുകൾ ഏതെല്ലാം? ഉത്തരം ബക്ക, ഉമ്മുൽ ഖുറ. ബക്ക, ഉമ്മുൽ ഖുറ. ചോദ്യം 2. കുഞ്ഞ് പിറന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത്? കുഞ്ഞ് പിറന്ന ഉടനെ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത്? ഉത്തരം പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടത് എന്നാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് 7 മാസം മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് 7 മാസം മുമ്പ്.
ചോദ്യം 4. മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് എത്ര? ഉത്തരം 20. മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് 20. ചോദ്യം 5. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു. അടുത്ത ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ നൽകിയ വാചകത്തിനെ നമ്മൾ ക്രമത്തിലാക്കി മാറ്റണം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസീബ്. ഇതാണ് അതിനെ യോജിപ്പിച്ച് ക്രമത്തിലാക്കി എഴുതേണ്ട രൂപം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസീബ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.